ഹലോ നമസ്കാരം. പാങ്കോങ് ലേക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സുന്ദരമായിട്ടുള്ള പ്രഭാതമാണ്. സൂര്യൻ അതാ ഉദിച്ചു വരുന്നു. ചൈനയുടെ ഭാഗത്തു നിന്നാണ് കേട്ടോ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നത്. സമയം 6 മണിയാവണേ ഉള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യായി. 7 മണിയുടെ മുന്നേ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ പോകുന്നത് പറഞ്ഞ പോലെ നുബ്രയിലേക്കാണ്. നുബ്ര വാലി എന്നൊക്കെ പറയും. അവിടേക്കാണ് ഞങ്ങളിന്ന് പോണത്. നുബ്ര പാങ്കോങ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു 270 കിലോമീറ്ററോളം ഉണ്ട്. ഇന്നത്തെ ബ്രീഫിങ്ങിൽ അവർ പറഞ്ഞത് ഇന്ന് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാട്ടർ ക്രോസിങ്ങുകൾ, ഒരുപാട് ലാൻഡ് സ്ലൈഡുകളൊക്കെ കടന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. 50 കിലോമീറ്റർ കൂടി ഞങ്ങൾ ഇനി ലേക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെ തന്നെയാണ് പോണത്. ഭയങ്കര ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. ലേക്ക് കാണാൻ ഒരു രക്ഷയില്ല. ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ എത്രയോ മടങ്ങ് ദൃശ്യഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് പാങ്കോങ് നിന്ന് നുബ്രയിലേക്കുള്ള റൈഡ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത റൈഡ് തന്നെയാണ്. കാരണം അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത്. ഒരുപാട് തരത്തിലുള്ള ടെറൈനുകൾ, ഒരുപാട് തരത്തിലുള്ള റോഡുകളൊക്കെ നമ്മൾ കടന്നുണ്ടായിരുന്നു. ഒരുപാട് വാട്ടർ ക്രോസിങ്ങുകളും അതിൻ്റെയൊക്കെ ഒരു ഭീകരത നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷേ അവിടെ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഭീകരതയൊന്നും വീഡിയോയിൽ കാണില്ല കേട്ടോ. ഞങ്ങളുടെ റൈഡ് ലീഡുകൾ എന്നും പറഞ്ഞിരുന്ന പോലെ തന്നെ രാവിലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ വൈകുന്നേരം നേരത്തെ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് ഹിമാലയത്തിൽ റൈഡ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂള്. കാരണം വേറൊന്നുമല്ല, ഉച്ചയോടടുക്കുമ്പോൾ ഈ ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ മഞ്ഞൊക്കെ ഉരുക്കിയിട്ട് വെള്ളത്തിൻ്റെ ലെവൽ വല്ലാതെ കൂടും, ഒഴുക്കും ലെവലും ഒക്കെ വല്ലാതെ കൂടും. അപ്പോൾ അപകടം ഉണ്ടാവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പിന്നെ എന്നും പറയണ പോലെ ഹിമാലയം ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഏത് സമയം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ലീഡുകളുടെ സാധാരണ ഉള്ള സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും രാവിലെ ഒരു 7 മണിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനേക്കാൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, 3 മണിയോട് കൂടിയിട്ട് റൈഡ് അവസാനിക്കുക എന്നുള്ളത് തന്നെയാണ്. പാങ്കോങ്ങിൽ നിന്ന് നുബ്ര എത്തുമ്പോഴേക്കും ഞങ്ങളൊരു 7 വാട്ടർ ക്രോസിങ്ങോട്ടോ ക്രോസ് ചെയ്യുന്നുണ്ട്. അതിലെ പലതും നല്ല റിസ്കി ആയിട്ടുള്ള വാട്ടർ ക്രോസിങ്ങുകളൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് പല തരത്തിലുള്ള ടെറൈനുകളിൽ കൂടിയും പോകുന്നുണ്ട്. നല്ല റിസ്കി ആയിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാങ്കോങ് ലേക്കിൻ്റെ ഒരറ്റത്ത് എത്തിയിട്ടോ. അവിടുന്ന് ഞങ്ങൾ തങ്സെ എന്ന് പറഞ്ഞിട്ട് വേറൊരു വില്ലേജിലാണ് എത്തിയത്. അവിടെ ഒരു പെട്രോൾ ബങ്ക് ഉണ്ടായിരുന്നു. എല്ലാവരും കമ്പൽസറി ആയിട്ട് ഇവിടുന്ന് പെട്രോൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്, ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിലുള്ള പെട്രോൾ ബങ്കാണെന്നൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്ന് റെസ്റ്റ് റൂമിൽ പോവും, അതുപോലെ തന്നെ വെള്ളമൊക്കെ ബോട്ടിൽ നിറയ്ക്കുകയൊക്കെ ചെയ്ത് ഇവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. ഇവിടുന്ന് വലിയ കുഴപ്പമില്ലാത്ത റോഡുകളും സൈഡിൽ കൂടെ കുത്തിയൊലിച്ച് പോകുന്ന നല്ല ഭംഗിയുള്ള കലങ്ങാത്ത നദിയൊക്കെ കണ്ടിട്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഒരു മല കയറുക അതിറങ്ങുക, വേറെ മല കയറുക അതിറങ്ങുക, അങ്ങനെ തന്നെയാണ് കേട്ടോ ഹിമാലയത്തിലുള്ള യാത്രകൾ മുഴുവൻ. പക്ഷെ ആ പ്രകൃതി ഭംഗി കാരണം നമുക്ക് ഒട്ടും ബോറടിക്കുകയൊന്നുമില്ല. 100 കിലോമീറ്റർ കഴിഞ്ഞോടെ റോഡിൻ്റെ തരമൊക്കെ മാറി ഇതുപോലത്തെ റോഡുകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വെറുതെ മല ചെത്തിയിട്ട് ഒരു വഴി ഉണ്ടാക്കി വെച്ച പോലെയാണ് പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നത്. വലതുവശത്താണെന്നുണ്ടെങ്കിൽ അഗാധമായിട്ടുള്ള കൊക്കയും. എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ പേടിയായിരുന്നു, കൈ വിറച്ചിട്ട് പേടിയാവും നമുക്ക് ആ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ. പല സ്ഥലങ്ങളിലും ഇങ്ങനെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ കൊക്കയുടെ സൈഡിലേക്ക് അതിർത്തി തിരിച്ചിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുന്നിൽ നിന്ന് ഒരു വണ്ടി വരുമ്പോൾ നന്നായിട്ട് പേടിയാവുമായിരുന്നു നമുക്ക്. കാരണം പല സ്ഥലങ്ങളിലും വീതി വളരെ കുറവ് തന്നെയായിരുന്നു. നമ്മൾ മലയുടെ സൈഡിലാവുമ്പോൾ നമുക്ക് അത്ര പേടി തോന്നില്ല. പക്ഷേ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളുടെ തലയിലേക്ക് കല്ലുകളൊക്കെ ചെറിയ കല്ലുകളൊക്കെ ഉരുണ്ട് വീണുണ്ടായിരുന്നു. കുറച്ച് ദൂരം റോഡൊന്ന് ഭേദമായി കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് സമാധാനിക്കും. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ നിർത്തി ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെയാണ് കേട്ടോ അതൊക്കെ. അത് കുറച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കഷ്ടമായിട്ടുള്ള റോഡായിരിക്കും പിന്നെ മുന്നിലുണ്ടാവുക. നമ്മളിങ്ങനെ കൊക്കയുടെ സൈഡിലാവുന്ന സമയത്തായിരുന്നു നമുക്ക് വല്ലാതെ പേടി തോന്നിയിരുന്നത്. എങ്ങനെയുണ്ട് ഈ റോഡ്? നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
റോഡിലേക്ക് ഇത് ക്രോസ് ചെയ്യണം. അവിടെയൊക്കെ വണ്ടി വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഇത് വഴി കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്, ഏത് കൂടിയാണ് പോകേണ്ടത്. റോഡ് മുഴുവൻ പോയി തോന്നുന്നു. റോഡിൽ മണൽ വീട്ടിലാണ്. ഏത് കൂടിയൊക്കെ ക്രോസ് ചെയ്യാനുള്ള ശ്രമമാണ് നോക്കട്ടെ. വേറൊന്നുമല്ല, ലാൻഡ് സ്ലൈഡ് കാരണം ആ റോഡ് മുഴുവൻ ഒലിച്ചു പോയൊരു സ്ഥലമാണിത്. വലിയ വലിയ പാറക്കല്ലുകളും അതിനുകൂടാതെ കുറേ ചെറിയ ഉരുളൻകല്ലുകളൊക്കെ വന്ന് നിറഞ്ഞു കിടക്കുകയാണ്. റോഡൊന്നും കാണാനേ ഇല്ല. കുറച്ച് 1-2 ഒക്കെ ആയിട്ട് സ്ട്രീമുകൾ അല്ലെങ്കിൽ നീർച്ചാലുകളും കൂടി രൂപം പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ലാൻഡ് സ്ലൈഡിൻ്റെ ബാക്കി പത്രമാണ് അതൊക്കെ. അത് ചിലതിനൊക്കെ നല്ല ഒഴുക്കുണ്ടാവും, ചിലതിന് അത്ര ഒഴുക്കുണ്ടാവില്ല. ആദ്യം തന്നെ ഞങ്ങളുടെ ടീം ലീഡ്സ് പറഞ്ഞു, പില്ലിയൻ റൈഡർ പിന്നിലിരിക്കുന്ന ആൾ ഇറങ്ങി നടന്നേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ കുറച്ച് ദൂരമൊന്നുമല്ല, നല്ല ദൂരമുണ്ട്. അത് കാരണം ഞങ്ങൾ പില്ലിയൻ റൈഡേഴ്സ് 5 പേരും വീണ്ടും ഡോക്ടറുടെ വണ്ടിയിലും അല്ലാന്നുണ്ടെങ്കിൽ മീഡിയക്കാരുടെ വണ്ടിയിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയ കടന്നത്. ഈ ഒരു ചെറിയ നീർച്ചാൽ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇതിന് വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി നടക്കാൻ പറഞ്ഞതെന്ന്. പക്ഷേ ഉരുളൻകല്ലുകൾ കാരണം പിന്നീട് ഒരാളെയും വെച്ച് കടക്കൽ എളുപ്പമായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടല്ല അവർ നടക്കാൻ പറഞ്ഞത്. ഈ ഒരു കാണുന്ന വലിയ ഒരു സ്ട്രീമിന് വേണ്ടിയിട്ടായിരുന്നു. ഇത് കിടക്കുന്ന അത്ര എളുപ്പമായിരുന്നില്ല. എല്ലാവരും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് കയറിപ്പോയത്. ലാൻഡ് സ്ലൈഡിൽ റോഡ് പോയില്ല, ഇത് ക്രോസ് ചെയ്യണം. കണ്ടില്ലേ ബൈക്കുകാർ സ്ട്രഗിൾ ചെയ്യണത്. പക്ഷേ കാറിലിരുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെയാണ് ക്രോസ് ചെയ്ത് കടന്ന് കിട്ടിയിട്ടോ. ഞാൻ ഡോക്ടറുടെ വണ്ടിയിലാണ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഡോക്ടറായിരുന്നു. ഡോക്ടർക്ക് ഈ തരത്തിലുള്ള റോഡുകളല്ലാന്നുണ്ടെങ്കിൽ റിവർ ക്രോസിംഗ് ഒന്നും ഒരു പുതുമയായിരുന്നില്ല. അത് കാരണം വളരെ ഈസി ആയിട്ടാണ് ഡോക്ടർ ഇത് കയറ്റിയത്. വണ്ടിയിൽ റിവർ ക്രോസ് ചെയ്ത് പുറത്തേക്ക് വന്നു നിന്ന് രമേശ് വരാൻ വേണ്ടി കാത്തി നിൽക്കും. ഇവിടെ ആകെ ട്രാഫിക് ബ്ലോക്കാണ്. ഓട്ടത്തിലൂടെ വെള്ളം എഴുതിയിട്ട് റോഡൊന്നുമില്ല. ഇതടുത്ത വാട്ടർ ക്രോസിംഗ് ആണ്. ഞങ്ങളുടെ പില്ലിയൻ റൈഡേഴ്സാണ് നടന്ന് ക്രോസ് ചെയ്യണത്. ഞാനും ഇതുപോലെ നടന്നിട്ട് തന്നെയാണ് ഈ ഒരു സ്ട്രീം ക്രോസ് ചെയ്തത്. ഇത് നല്ല ഒഴുക്കുണ്ടായിരുന്നു, പക്ഷേ നടക്കാൻ പറ്റുമായിരുന്നു. ഒരാൾ പോന്നു കഴിഞ്ഞാൽ മറ്റാൾ ഹെൽപ്പ് ചെയ്യാണ്. വാട്ടർ ക്രോസിങ്ങിന് നിൽക്കുക. ഞങ്ങളവിടെ നിൽക്കുകയാണ് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് പേര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവർ പോയി. വാട്ടർ ക്രോസിങ്ങാണ്. ഒക്കെ നോക്കി ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. Just hit this straight, no? No stones. Ooh, straight down. അങ്ങനെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള വേറൊരു വാട്ടർ ക്രോസിങ്ങിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരു പുഴയാണ്, കുത്തി ഒഴുകണം പുഴ. ആ പുഴ റോഡിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ലെവൽ കൂടുന്നതോറും ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റാതെ ആയിക്കൊണ്ടിരിക്കും. രമേശ് ക്രോസ് ചെയ്തു. ആ ക്രോസ് ചെയ്യുന്നത് രമേശാണ്. ഞങ്ങൾ പില്ലിയൻ റൈഡേഴ്സ് 5 പേര് ഈ പുഴ ക്രോസ് ചെയ്തത് മീഡിയയുടെ വണ്ടിയിലായിരുന്നു. ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത വിധത്തിലുള്ള കുത്തൊഴുക്കാണ് ഈ പുഴയ്ക്കുള്ളത്. വണ്ടികളിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് പുഴ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ പിന്നിൽ വന്ന് നിന്നിട്ടുള്ള ഒരു ബൈക്കിൻ്റെ ഹെൽമെറ്റ് താഴെ വീണ് അതിങ്ങനെ ഒഴുകി പോകുന്നത് ഞങ്ങൾ കണ്ണിൽ കണ്ടതാണ്. ഞങ്ങളുടെ ഒരു കോ റൈഡറുടെ ഗോപ്രോയിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോയുടെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്, മുഴുവനൊന്നും കാണിക്കുന്നില്ല. റൈറ്റ് സൈഡിൽ കുത്തി ഒഴുകി പോകുന്ന പുഴ തന്നെയാണ്. അതുകൊണ്ട് ഇടതുവശത്തേക്ക് ചേർന്നിട്ട് വേണം വണ്ടി ഓടിക്കാൻ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ പോയി ആ ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു വരവുണ്ടാവില്ല. രാവിലെ ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പുഴ ക്രോസ് ചെയ്തത്. ഒരു 12 മണി 1 മണിയോട് കൂടിയിട്ട് പിന്നെ വെള്ളത്തിൻ്റെ ലെവൽ വല്ലാതെ കൂടി പിന്നെ വണ്ടികൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്നത്തെ ദിവസം എന്നാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങൾ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു ബൈക്കുകാരൻ ഈ പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു അത്ര. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാനുള്ള വണ്ടികളുടെ ക്യൂ ആണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ പുഴ ക്രോസ് ചെയ്തിട്ട് മറ്റേ വശത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേര് പോയത് ഈ മീഡിയയുടെ വണ്ടിയിലാണ്.
പക്ഷേ പകുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കാരണം വണ്ടി നിർത്തി. ഒരു സൈഡിലേക്ക് മാത്രമേ വണ്ടി വിടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ട്രാഫിക് ആയത് കാരണം വണ്ടി നിർത്തി. ഞങ്ങൾ 5 പേരും കൈ കോർത്ത് പിടിച്ച് നടന്നിട്ടാണ് ഇത് കടന്നു പോയത്. മുതൽക്ക് നടന്ന് വന്നു. വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പോയി പുഴയും റോഡും ഒരേ ലെവലാണ്. ഇനി ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ളത് ഈ ഒരു ലോങ് സ്ട്രെച്ചാണ്. ഇതൊരു 2-3 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡ് വാഷ് ഔട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ് ഈ ഒരു ഏരിയ മുഴുവൻ. റോഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള ഒരു അടയാളം പോലും ആ ഭാഗങ്ങളിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഉരുളം കല്ലുകൾ പരത്തിയിട്ടിട്ടുള്ള ഒരു ഏരിയ പോലെയായിരുന്നു ഇതുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നല്ല ഒഴുക്കുള്ള ഒരുപാട് സ്ട്രീമുകളും. ഇല്ലാത്ത വഴി കണ്ടുപിടിച്ചിട്ടാണ് ഇവർ റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പിന്നെ 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗങ്ങളിൽ കൂടെയൊക്കെ ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരുടെ ഇത് കാരണം അവർ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു. നന്നായി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നുണ്ടായിരുന്നത്. ഇതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഓടിച്ചുകൊണ്ടിരിക്കണേന്നുള്ളത്. ക്ലാരിറ്റി കുറവുണ്ട് വീഡിയോയ്ക്കെന്ന് എനിക്കറിയാം. വണ്ടിയുടെ പിൻസീറ്റിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ മിടുക്കനായിട്ടുള്ള ഡ്രൈവർ. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് ഓരോന്ന് കടന്ന് ഇങ്ങനത്തെ റോഡിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് തോന്നും റോഡുകളൊക്കെ ഭേദപ്പെട്ട റോഡുകളായല്ലോ എന്ന്. ഞങ്ങൾ യാത്ര ചെയ്തതിൻ്റെ ഒരാഴ്ച മുന്നേ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡിലാണ് ഈ ഒരു റോഡ് കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഒട്ടും റോഡില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാം. ഇവിടെയൊക്കെ തന്നെ റോഡിൻ്റെ 2 സൈഡിലും മല ഇടിഞ്ഞ് വീണിട്ട് റോഡിലേക്ക് കല്ലുകളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു.
ഇതൊക്കെ കുത്തി ഒഴുകി പോകുന്ന പുഴയുടെ സൈഡിൽ വെറുതെ ആ ലാൻഡ് സ്ലൈഡിൽ വന്നിട്ടുള്ള മണ്ണ് ഇട്ടിട്ട് നികത്തി വെച്ചിട്ടുള്ളതാണ്. റോഡ് മുഴുവൻ ലാൻഡ് സ്ലൈഡിൽ പോയിട്ടുണ്ട്. പിന്നെ ദേ ഒരു ടെമ്പററി ആയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് കുത്തി ഒഴുകുന്ന പുഴയാണ്, മറുവശത്ത് ഒരു കുണ്ടും. ഒരു വണ്ടിക്ക് മാത്രം പോകാനുള്ള വഴിയാണ്. ഓപ്പോസിറ്റ് ഞങ്ങൾക്കൊരു വണ്ടി വന്നിട്ട് കുറേ നേരം ഞങ്ങളവിടെ പെട്ടതൊക്കെ ആയിരുന്നു. കുറച്ച് ദൂരം കൂടിയും കഴിഞ്ഞ അവിടെ റോഡിൻ്റെ ഒരു അടയാളം പോലും ഇല്ലാതായി. പിന്നെ ഈ പരന്ന് കിടക്കണ കല്ലിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ പോവുക എല്ലാവരും കൂടി. അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങൾ പോയിണ്ടായിരുന്നത്. ഇതൊരു വാട്ടർ ക്രോസിംഗ് ആണ്. വീണ്ടും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അവിടെ കിടക്കുന്ന അയാളുടെ വണ്ടി മറിഞ്ഞ് വീണതാണ്. രമേശ് ചേട്ടൻ അല്ലെങ്കിൽ ഞങ്ങൾ ചെന്നിട്ട് നിർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴി കണ്ടുപിടിക്കാൻ ഇൻ്റർനെറ്റോ ഗൂഗിൾ മാപ്പോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ അടുത്തൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇതുപോലെ ഒരുപാട് വാട്ടർ ക്രോസിങ്ങുകൾ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ കൂടെ പോയതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മളൊക്കെ ഒരു വഴി തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളെ കണ്ടുപിടിച്ചോളും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. 120 ആൾക്കാരുണ്ടായത് കാരണം ഏത് സ്പീഡിൽ പോയി കഴിഞ്ഞാലും നമ്മളുടെ കൂടെ ഒരു 2-3 പേരെങ്കിലും ഉണ്ടാവും. പിന്നെ ഏറ്റവും പിന്നിൽ നമ്മുടെ മെക്കാനിക്കൽ വെഹിക്കിൾ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസും. അങ്ങനെ 10-40 കിലോമീറ്റർ ഈ രീതിയിൽ പോന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു വില്ലേജിലേക്ക് എത്തിയത്. കുറേ ദിവസത്തിന് ശേഷം കാറും ഗേറ്റൊക്കെ ഉള്ളൊരു വീടൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു ഇവിടുന്ന്. പല സ്ഥലത്തും ഞങ്ങൾ വഴി അറിയാതെ സ്റ്റക്കായി. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നിട്ട് അവരുടെ കൂടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവരുടെ ബെല്ലും അതുപോലെ ബുദ്ധസ്തൂപങ്ങളും ഒക്കെ ഇഷ്ടംപോലെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോഡ് സൈഡിൽ കണ്ടൊരു ചായക്കടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. ഒരു നദിയുടെ സൈഡിലായിരുന്നു കേട്ടോ. കുത്തി ഒഴുകുന്നൊരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. വീണ്ടും ഒരു 10-35 കിലോമീറ്റർ ഉണ്ടായിരുന്നു നുബ്രയിലേക്ക്. പിന്നെ റോഡുകൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പെയ്തപ്പെട്ട റോഡ് കൂടെയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ഞങ്ങൾ നുബ്രയിൽ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ. ഒരു റിസോർട്ട് ടൈപ്പ് ഫെസിലിറ്റി ആയിരുന്നു. ഒരുപാട് കോട്ടേജുകളൊക്കെ ഉള്ള ഒരു റിസോർട്ട് ടൈപ്പ് ഫെസിലിറ്റി. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. രമേശേട്ട അവിടെ നിന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടേബിളും സാധനങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാൻ, പുറത്തിരിക്കാൻ. ഇവിടെ ഒരു ബീൻ ബാഗ് ഉണ്ട്. അതാണ് കോട്ടേജ്. ഇതാണ് ഞങ്ങൾ നുബ്രയിൽ താമസിക്കുന്ന കോട്ടേജ്. ഗംഭീര കോട്ടേജാണ്. ബാത്റൂം. ഒന്ന് കുളിക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ ഡൈനിങ് ഹാള്. 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള അക്കോമഡേഷനായിരുന്നു ഇത്. അതുകൊണ്ട് നല്ല ഭക്ഷണവും നല്ല താമസവും ഒക്കെ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതായിരുന്നു. ഇതേ അക്കോമഡേഷനിലേക്ക് തന്നെ ഞങ്ങൾ വൈകുന്നേരം തിരിച്ചു വരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.